ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരു പേഴ്സണുമായിട്ട് ഏത് തരത്തിലുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ളൊരു ബന്ധമായിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫായിരിക്കാം, ഏത് തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആ ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ബോണ്ടിങ്ങോ ഒന്നും കാണിക്കുന്നുണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ സംശയമായിരിക്കാം, ഈ ഒരു കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്ന ഒരു വ്യക്തി എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു നോ കോണ്ടാക്ട് പീരീഡിലൊക്കെ ഇരുന്നിട്ട് ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവാം. പക്ഷെ വന്നാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്രയും സാറ്റിസ്ഫൈ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കാം. ചിലർക്ക് ലെസ് കോണ്ടാക്റ്റിൽ കൂടെ പോകുന്ന വ്യക്തികളായിരിക്കാം. ചിലർക്ക് കംപ്ലീറ്റ്ലി നോ കോണ്ടാക്റ്റ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ബോണ്ടിങ് എന്താണോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്ന അഷുറൻസ് എന്താണോ, ആ ഒരു വാക്കും കാര്യങ്ങളൊന്നും ആൾ പാലിക്കുന്നുണ്ടാവില്ല. ഒരു തോന്നിയതുപോലെ വരികയും പോവുകയൊക്കെ ചെയ്യുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ അബ്രോഡ് താമസിക്കുന്ന ആൾക്കാരായിരിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എത്ര ഡീപ്പായിട്ടുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച കൂടി നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കും. അതായത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ബിഹേവിയർ കൊണ്ടോ ഒക്കെ നല്ല രീതിയിലുള്ള ഒരു അകൽച്ച പോലെയുള്ള ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെയാണ് ഇപ്പോൾ ഇത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സണോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം, അല്ലാന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ വേണ്ട രീതിയിൽ നിങ്ങളെ പരിഗണിക്കുന്നില്ല, അകന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലാണെന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്നേഹം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പറയേണ്ടത് അമിതമായിട്ടുള്ള സ്നേഹം എന്നാണ്. കാരണം അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു താല്പര്യമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോടുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വിഷമിപ്പിച്ചിട്ടുണ്ടാവാം, പെയിൻഫുൾ സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തന്നെ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ വിട്ടിട്ട് എനിക്കൊരു ലൈഫില്ല, ഇതിന് പകരം മറ്റാരും ഇല്ല എന്നുള്ള തരത്തിലിരിക്കുകയാണ്. ഇപ്പോൾ ചില കേസസിലൊക്കെ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ പേഴ്സണിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിയാനായിട്ട് ഇടവരിക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് മൂവ് ഓൺ ചെയ്ത് പോകുന്ന വ്യക്തികളുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളുടെ എനർജി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇവർക്ക് എന്ത് കുറവുണ്ടായാലും അല്ലെങ്കിൽ എന്തൊക്കെ കുറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും എനിക്ക് ഈ ഒരു പേഴ്സൺ മതി, അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനോടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരോടോ പോലും കാണിച്ചിട്ടുണ്ടാവില്ല. അത്രയും ആയിട്ടുള്ള ഒരു എനർജി നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു വശം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ത് സാധനവും അമിതമായിട്ട് കിട്ടുമ്പോൾ ആർക്കും ഒരു വില ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അമിതമായിട്ടുള്ള എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും അത് ആ കിട്ടുന്ന വ്യക്തിക്ക് അത് ചിലപ്പോൾ ഒരു ഭാരമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ശല്യമായിട്ടോ ഒക്കെ തോന്നിയെന്ന് വരാം. അപ്പോൾ ഇവിടെ അമിതമായിട്ടുള്ള സ്നേഹം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു വ്യക്തി ഒരു പുകമറയ്ക്കുള്ളിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു പുകമറ എന്ന് പറയാനുള്ള കാര്യം, ഇപ്പോൾ കാര്യങ്ങളൊന്നും ക്ലിയർലി വിസിബിൾ അല്ല, ആകെ ഒരു മൂടൽമഞ്ഞ് പോലത്തെ അവസ്ഥയാണ്. നമ്മളുടെ ഒരു മനസ്സിന് എന്ത് തോന്നുന്നു ആ ഒരു രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നിൽക്കേണ്ടുന്ന ഒരവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ടൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല, നമ്മളുടെ ഇമാജിനേഷനാണ്.
അപ്പോൾ ആ ഒരു തരത്തിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തടസ്സമായിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. അത് കേവലം ചിലപ്പോൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഫാക്ടറോ ആവണമെന്നില്ല. ഒന്നിൽ കൂടുതൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണിതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിരിക്കും. ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന തരത്തിലുള്ള ആ ഒരു എനർജീസ്, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്രെയിൻ വാഷ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്വൈസ് നിങ്ങളുടെ പേഴ്സൺ മുഖവിലേക്ക് എടുക്കുന്ന ഒരു സമയമായിരിക്കും. അതായത് നമ്മളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് രണ്ട് വ്യക്തികളുടെ തീരുമാനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെ സ്വരച്ചേർച്ചയോടുകൂടി പോകുമ്പോഴാണ് അത് നല്ലൊരു ബന്ധമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതിനകത്ത് എപ്പോൾ ഒരു മറ്റൊരു വ്യക്തി, അതിപ്പോൾ ഫാമിലിയിലുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും കടന്നു കയറി കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് താളപ്പിഴകളും ഉണ്ടാവാം. അപ്പോൾ അത് നമുക്കിവിടെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവാം. അതായത് ചില തെറ്റിദ്ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സാഹചര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സണിലാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള മോശകരമായിട്ടുള്ള അഭിപ്രായങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ അവരിൽ നിന്ന് അകറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടാവുക. അതായത് ആ ഒരു പേഴ്സണെ നല്ല രീതിയിൽ ഒന്ന് കൺഫ്യൂസ് ആകുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില സത്യങ്ങൾ ഇതുവരെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തെളിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മറച്ചു വെച്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ക്ലാരിറ്റിയോടുകൂടി അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം നമുക്കിതിനകത്ത് കാണുന്നുണ്ട്. ആ ഒരു പുകമറ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തും തീർച്ചയായിട്ടും ഈ ഒരു ഫാക്ടർ വളരെയധികം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും സംസാരിക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് മുതിരുമ്പോൾ തന്നെ അവർ കൺഫ്യൂസ്ഡ് ആയി പോകുന്നൊരവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അതായത് ആ ഒരു ഇൻഡിസിഷൻ എനർജിയാണ്. നമ്മളൊരു കാര്യം മനസ്സുകൊണ്ട് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്താലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല. അത് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ അത് പ്രവർത്തിക്കുകയും കൂടി വേണം. എങ്കിൽ ആ ഒരു ആക്ഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ചിന്ത കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ അനേകായിരം ചിന്തകളിൽ പെട്ട് അതും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള സംസാരം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു നോ കോൺടാക്റ്റ് ആയിക്കോട്ടെ, ലെസ് കോൺടാക്റ്റ് ആയിക്കോട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒന്ന് സംസാരിക്കാനായിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അവർ കമ്മ്യൂണിക്കേഷനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്കത് നടക്കുന്നില്ല. അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് അത് ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജീസിന് അതിന് നല്ല രീതിയിലുള്ളൊരു പങ്കുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അതുപോലെ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വളരെ ഷോർട്ട് ടെമ്പർ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരിക്കാം. അത് മാത്രമല്ല ഈ ഒരു പേഴ്സണോട് ആവശ്യത്തിൽ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവർക്ക് ചിലപ്പോൾ അത് ടോളറേറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അതായത് ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവരെ സംശയത്തിൻ്റെ രീതിയിൽ നോക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എക്സ്പ്ലനേഷൻ പോലും ഈ ഒരു പേഴ്സൺ തന്നെന്ന് വരില്ല. അതിന് പകരമായിട്ട് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അതുപോലെയുള്ള ഒരു പേഴ്സണെയാണ് നമുക്ക് കാണുന്നത്. കുറച്ച് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ആ ഒരു പേഴ്സൺ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു മായാലോകത്താണ്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ പെട്ട് മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ സത്യം കാണാനായിട്ട് ആ ഒരു പേഴ്സണ് കഴിയുന്നില്ല. നിങ്ങളുടെ ഒരു സ്നേഹം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അത്രത്തോളം ഈ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് അറിഞ്ഞ് തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാനോ ഡെപ്ത് കാണാനോ ഒന്നും ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്ന തേർഡ് പാർട്ടി എനർജീസ് നമ്മൾ പറഞ്ഞ ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു മജീഷ്യൻ എനർജി പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് കൺകെട്ട്, ഉള്ള കാര്യങ്ങളില്ലെന്നും ഇല്ലാത്ത കാര്യങ്ങളുണ്ട് എന്ന് കാണിക്കാനും കഴിയുന്ന ഒരു പേഴ്സണാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഫാമിലീസോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരുടെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും അവർക്ക് സപ്പോർട്ടായിട്ടും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് തേർഡ് പാർട്ടീസ് ആണ്. മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടീസിൻ്റെ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ പേഴ്സണെ അറിയാൻ കഴിയുന്നുമില്ല. അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ഇല്യൂഷനകത്ത് പെട്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ യഥാർത്ഥ സത്യം കാണാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും. അതായത് അതൊരു മായിക ലോകം പോലെ, അല്ലെങ്കിൽ ചില വ്യക്തികൾ അമിതമായിട്ട് വിശ്വസിച്ച് നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ പെട്ട് പ്രലോഭനത്തിൽ പെട്ട് നിൽക്കുന്ന അവസ്ഥയൊക്കെ ആകുമ്പോഴത്തേക്കും അതിനകത്തായിരിക്കും കൂടുതൽ ഫോക്കസ്. അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരണമെന്നോ ഇങ്ങനെ പല കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും അവർക്ക് ആ ഒരു പ്ലാനിങ് മാത്രമേ ഉള്ളൂ, നടത്തിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ നിൽക്കുന്നതാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു പ്രസൻറ്റ് എനർജിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ കമ്മിറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ ആ ഒരു അഷുറൻസ് ഒക്കെ തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇപ്പോൾ തരാതെ ഈ ഒരു പേഴ്സൺ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നതാണ്.
ഒരുപക്ഷെ ഇതിനകത്ത് ആ ഒരു തേർഡ് പാർട്ടി എനർജി ആയിട്ട് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി അത്രത്തോളം കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു നന്മയ്ക്കായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പറയുന്നു എന്നുള്ള രീതിയിലായിരിക്കാം അവരത് പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം എല്ലാവരുടെ മനസ്സിനകത്തുള്ളത് മുഖത്ത് റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. അല്ലെങ്കിൽ മനസ്സിനകത്ത് ദുരുദ്ദേശം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പുറമേ നല്ല രീതിയിൽ ചിരിച്ചു കാണിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതുപോലെയൊക്കെയുള്ള കഴിവുള്ള ഒരു പേഴ്സൺ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ വാക്കുകൾ കൊണ്ട് ഒരാളെ കീഴ്പ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനൊക്കെ കഴിയുന്ന ഒരു പേഴ്സൺ ആണ് ഈ ഒരു തേർഡ് പാർട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതായത് ആ ഒരു മാന്ത്രികത തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്കുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ വെറും പ്ലാനിങ് മാത്രമുള്ള ഒരു ആക്ഷന് പോലും എടുക്കാൻ കഴിയാതെ ആ ഒരു പുകമറയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് പുറത്ത് കിടക്കാൻ കഴിയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു ഇല്യൂഷനിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവും. കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിസ്ട്രക്ഷൻ അവരുടെ ലൈഫിനകത്തേക്ക് വരുന്നുണ്ട്. ഒരു ടവർ സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടവർ പോലെ തന്നെയാണ് കെട്ടിപ്പൊക്കിയ ഒരു സംഭവം പെട്ടെന്ന് ഇടിഞ്ഞു വീണ് ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥ. അപ്പോൾ അത് ഏതൊരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് ബിൽഡപ്പ് ഒക്കെ ചെയ്ത് കൊണ്ട് നടക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് തകർന്ന് വീഴുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. പലർക്കും ആ സിറ്റുവേഷൻ പോലും ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും നമ്മളെ ആ ഒരു തരത്തിൽ തകർത്തിട്ട് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഏതെങ്കിലും ഒരു ലക്ഷ്യം കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു ടവർ സിറ്റുവേഷൻ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ആരുടെ അഡ്വൈസൊക്കെ കേട്ടാണോ കൂടുതൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണോ കൂടുതൽ ഒരു പ്രൊമിനൻസ് കൊടുത്ത് നിൽക്കുന്നത്, ആ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു എനർജിയോട് തീർച്ചയായിട്ടും ഒരു ഡിഫെൻസീവായിട്ട് പെരുമാറുന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ചില തിരിച്ചറിവുകൾ നമ്മുടെ ലൈഫിൽ വരുന്നത് അല്ലെങ്കിൽ ചില റിയലൈസേഷനൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്താണ് പല കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പല വ്യക്തികളെക്കുറിച്ചും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ കരുതിയിരുന്നത് പോലെ ആയിരുന്നില്ല ഒരു വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് പലതും തെറ്റായ കാര്യങ്ങളായിരുന്നു എന്നൊക്കെ തിരിച്ചറിയുന്നത് ഓരോരോ ഇൻസിഡൻസ് നമ്മുടെ ലൈഫിൽ കയറി വരുമ്പോഴാണ്. അല്ലെങ്കിൽ അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ആ ഒരു പ്രകൃതിയായിട്ട് തന്നെ നമുക്ക് ഒരുക്കി തരുമ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. വളരെ കുറച്ച് വ്യക്തികൾ മാത്രമേ ഉള്ളൂ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ ഇത് ശരിയല്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ശരിയല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവർ വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും അനുഭവം കൊണ്ട് മാത്രം പല കാര്യങ്ങളും മനസ്സിലാക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോഴും ഇവിടെ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു അനുഭവം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കടന്നു വരാനായിട്ട് പോകുന്ന ആ ഒരു ഇൻസിഡൻറ്റ് കൊണ്ട് മാത്രമാണ് ഇവർക്ക് ആ ഒരു തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുക. അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരെയാണോ ഈ ഒരു വ്യക്തി ഇപ്പോൾ തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത്, ആർക്കാണോ കൂടുതലൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഇവർക്കൊരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു വ്യക്തി ആ ഒരു റിയലൈസേഷനിലേക്ക് കടന്നു വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ അവരുടെ വാക്ക് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത്രയേറെ അവർ ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും, അവരാണ് ശരി എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അതിൽ നിന്നെല്ലാം ഈ ഒരു പേഴ്സണ് പുറത്തേക്ക് വരാൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ ഒരു സമയത്തായിരിക്കും. ഒരുപക്ഷെ ഫിനാൻഷ്യലിയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കരിയർ വൈസൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നഷ്ടമോ അല്ലെങ്കിൽ തിരിച്ചടിയൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പലരും മാറിക്കളയുന്ന ഒരു അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ അത്രയും വിശ്വസിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന പല വ്യക്തികളും നമുക്കൊരു ദോഷകാലം വരുമ്പോൾ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങിപ്പോകുന്നത് കാണാറുണ്ട്. ചിലപ്പോൾ അതുപോലെയുള്ളൊരു സാഹചര്യമായിരിക്കും. അതായത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റിയൽ ഫേസ് കാണാൻ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു വരുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നമ്മൾ പറഞ്ഞതുപോലെ അത്രയേറെ ഒരു പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട്. ഏതൊക്കെ തരത്തിൽ ഇവർ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളതൊക്കെ ക്ഷമിച്ചു കൊടുക്കാനും അല്ലാന്നുണ്ടെങ്കിൽ ഇനിയും ഈ ഒരു പേഴ്സൺ ലൈഫിൽ തന്നെ വേണം എന്ന് വിചാരിച്ച് തുടരുന്ന വ്യക്തികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം ഇവരറിയണേ എന്നുള്ളതായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എന്താണ്, നിങ്ങളുടെ ഒരു സ്നേഹം എന്താണെന്നുള്ളൊരു തരംതിരിവ് ഈ ഒരു പേഴ്സൺ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണേ എന്നുള്ളതായിരിക്കും. അപ്പം അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തികളൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് വളരെയേറെ ഹാർട്ട് ബ്രേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ അത്രയേറെ ഒരു ഹാർട്ട് പെയിൻ കൊടുക്കുന്ന ഒരു ഘട്ടം തന്നെയാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ആ ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അവർക്ക് ഒരു വേദനയിലൂടെയാണ് അവർ കടന്നു വരുന്നതെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കിട്ടാൻ പോവുക.
കാരണം നിങ്ങളുടെ വാല്യൂ എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിരുന്നു ശരി എന്നുള്ളൊരു തിരിച്ചറിവ്, ഒരു കമ്പാരിസൺ വരുമ്പോൾ നിങ്ങളായിരുന്നു അതിനകത്ത് ജെനുവിൻ ഈ ഒരു പേഴ്സൺ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ടൈം പീരീഡ് അതാണ്. അപ്പോൾ നിങ്ങളുടെ സ്നേഹബന്ധത്തിനകത്ത് ആ ഒരു ജസ്റ്റിസ് ആഗ്രഹിച്ച് മുന്നോട്ട് പോരുന്ന ഒരു വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ആത്മാർത്ഥമായ സ്നേഹം ഈ ഒരു വ്യക്തി എന്തെങ്കിലും തിരിച്ചറിയണം, അല്ലെങ്കിൽ അതിനൊരു മൂല്യം കൊടുക്കണം. നിങ്ങളും തേർഡ് പാർട്ടിയും കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കപടതയും അതുപോലെ നിങ്ങളുടെ ഒരു ആത്മാർത്ഥത, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആ ഒരു അവസ്ഥ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ജെനുവിനിറ്റി ഒരു പേഴ്സൺ തിരിച്ചറിയണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ ഒരു ജസ്റ്റിസ് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു റീകൺസിലേഷൻ ആയിക്കോട്ടെ, ചിലപ്പോൾ ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റ് അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അത്രയും ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടിയായിരിക്കും. ഒരിക്കലും ഒരു ജസ്റ്റ് വന്നിട്ട് പോകുന്ന ഒരു എനർജി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രയും ഒരു ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഒരു വാല്യൂ തന്നുകൊണ്ടായിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു 3 മേജർ ഒറാക്കിൾ കാർഡ്സിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു കാര്യമാണ്. ഇപ്പോൾ അത് സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് പോവുകയാണ്. അതായത് ആ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അനക്കമില്ല, അനക്കം തട്ടാതിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇമേജ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാമോ എന്നുള്ളത് അറിയില്ല. അതിനകത്തുള്ള വെള്ളമാണെന്നുണ്ടെങ്കിലും വളരെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ഈ വാട്ടർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇമോഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഫീലിങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഒരു അനക്കമില്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ജീവനില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് മാറ്റം വരും എന്നുള്ളതാണ്. ആ ഒരു ട്രൂത്ത് എനർജി പോലെ തന്നെ ചില സത്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തെളിയാനായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാവുന്ന ആ ഒരു തെളിച്ചമായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ലാസ്റ്റ് എനർജി നമുക്ക് കാണാം, ആ ഒരു അഡ്വഞ്ചർ എനർജിയാണ്. അപ്പോൾ അതിനകത്ത് ആ ഒരു വാട്ടർ ഫ്ലോയിങ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ആ ഒരു തടസ്സമായിട്ട് കെട്ടി നിൽക്കുന്നത് എന്തോ അത് അവിടെ നിന്ന് പൂർവാധികം ശക്തമായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഓവറോളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണോ അതിന് തീർച്ചയായിട്ടും മാറ്റം സംഭവിക്കുന്നുള്ളതാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് തന്നെയാണ്. മാത്രമല്ല ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലാണെങ്കിലും ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മളിവിടെ നിയർ ഫ്യൂച്ചറാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം വരെയുള്ള ഒരു കാലയളവ് എന്ന് പറയുന്നത് നിങ്ങളെ ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കാം. എങ്കിലും ഈ ഒരു പേഴ്സൻ്റെ തിരിച്ചു വരവെന്ന് പറയുന്നത് ഒരിക്കലും വെറുതെ വന്നു പോകുന്ന തരത്തിലുള്ളതല്ല. അത്രയും സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് തന്നുകൊണ്ട് തിരിച്ചു വരുന്ന ഒരു പേഴ്സണായിട്ടായിരിക്കും ആ ഒരു വ്യക്തി ഇനി നിങ്ങളുമായിട്ടുള്ള ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എനർജി അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോട് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അത് മാത്രമല്ല ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. കാരണം ഇവിടെയുള്ള തേർഡ് പാർട്ടി എന്ന് പറയുന്നതും അതുപോലെയുള്ള ഒരു എനർജീസ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നിൽ കൂടുതൽ എനർജീസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.